Assume that the values of mobility of holes and that of electrons in the intrinsic semiconductor are equal. ഓക്കെ, അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മ്യൂ എൻ ഇസ് ഈക്വൽ ടു മ്യൂ പി ആൻഡ് വാല്യൂസ് ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് ഇൻട്രിൻസിക് electron density are 2.32 per ohm meter. Okay, conductivity. Okay, conductivity എന്ന് പറയുന്നത് 2.32 ഓമീറ്റർ ഇൻവേഴ്സ് അല്ലേ. ദെൻ ഇൻട്രിൻസിക് ഇലക്ട്രോൺ ഡെൻസിറ്റി. ഇൻട്രിൻസിക് ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താ? എൻ ഐ തന്നെയാണ്. എൻ ഐ എന്ന് പറയുന്നത് 2.5 ഇൻറ്റു 10⁻19 പെർ മീറ്റർ ക്യൂബ്. ദെൻ ദ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഓർ ഹോൾ ഇസ് അപ്രോക്സിമേറ്റ്ലി. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് കണ്ടക്ടിവിറ്റി ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കണ്ടക്ടിവിറ്റി, ഇൻട്രിൻസിക്കിൻ്റെ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഐ ക്യൂ ഇൻറ്റു മ്യൂ എൻ പ്ലസ് മ്യൂ പി. ഇവിടെ നമുക്ക് മ്യൂ എൻ ഈക്വൽ ടു മ്യൂ പി ആണെന്നറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഫൈനലി എന്ത് വരും? 2 ഇൻറ്റു എൻ ഐ ക്യൂ മ്യൂ എൻ വരും, സിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മ്യൂ എൻ കണ്ടുപിടിക്കാമല്ലോ. സിഗ്മ ബൈ 2 ഇൻറ്റു എൻ ഐ ഇൻറ്റു ക്യൂ. അപ്പോൾ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഫൈനലി 0.29 എന്ന് കിട്ടും. ഓക്കെ, മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ്. പക്ഷെ ഇവിടെ 0.29 ഉണ്ടോ? ഇല്ല. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് പറയാം? 0.3 മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ്. അപ്പോൾ ഓപ്ഷൻ നമുക്ക് വരുന്നത് എ.